ആരാ 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 ആരാത് അപ്പൊ നമ്മൾ തഞ്ചാവൂർ വന്നിട്ട് ഫസ്റ്റ് ഡേ ഈവനിങ് ആണ് അമ്പലത്തോട്ട് പോകുന്നത്. കാലത്തൊക്കെ കറങ്ങി നടന്നാലും ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും അമ്പലത്തിൽ പോകണമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു കേട്ടോ. അമ്പലത്തിൽ തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിലായിരുന്നു ഞങ്ങളുടെ റൂം. അതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടായിരുന്നു പോയിരുന്നേ. നമ്മളിപ്പോൾ വലിയ കോവിലിന്റെ വൈകുന്നേരത്തെ വ്യൂവിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. പുറത്തുനിന്നുള്ള തിരക്ക് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ദൈവമേ പണി കിട്ടിയല്ലോ എന്ന്. പക്ഷെ അതിന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ആ തിരക്കിനെയൊക്കെ അഫോർഡ് ചെയ്യാനുള്ള പ്ലേസ് അവിടെ ഉണ്ട്. നമ്മള് അമ്പലത്തിൽ വന്നു. അപ്പൊ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഞാനും എന്റെ ഫ്രണ്ടും ഫോട്ടോ എടുക്കുന്ന തിരക്കിലെ എന്റെ അമ്മ എടുത്തു വെച്ചതാണ് ഈ വീഡിയോ. എന്നിരുന്നാലും നല്ല രസമായിരുന്നു. കാരണം അമ്പലത്തിന്റെ 4 സൈഡിലും ശിവലിംഗാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഗോപുരങ്ങളും എല്ലാം വരുന്നത്. കുറെ നേരം നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് നമ്മളത് ഓരോ സൈഡിൽ നിന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ കണ്ടു പോവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എവിടുന്നാ തുടങ്ങിയെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. ആക്ച്വലി ഇതൊരു ലൂപ്പ് പോലെയാണ്. എവിടുന്നാ തുടങ്ങിയെന്നുള്ള സംഭവം നമ്മൾ കുറച്ചിട്ട് മനസ്സിലാവില്ല. പക്ഷെ കണ്ട സ്ഥലം തന്നെ വീണ്ടും കണ്ടാലും അതിനൊരു മടുപ്പ് തോന്നില്ല എന്നുള്ളതാണ് വേറൊരു സംഭവം. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഗൈസ് ഇവർക്ക് ഞങ്ങൾ ഇനി പ്രാർത്ഥിക്കാം. ഫോട്ടോ എടുക്കണം, ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കണം. 2 വ്ളോഗേഴ്സ് ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എടുക്കുമ്പോൾ അവൾ അപ്പുറത്തും എടുത്തുകൊണ്ടിരിക്കും. സ്റ്റെപ്പില്ലാണ്ട് താഴെ വീണാനെ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തന്നെ നമ്മൾ തന്നെ മറന്നു. നമ്മൾ ഏത് വഴിന്നാ വന്നേ, ഇതൊക്കെ കണ്ടതാണോ, ഇത് കണ്ടതല്ലേ എന്നുള്ള സംശയം നമുക്ക് തന്നെ വരും. ഇത് ഇന്ന് കണ്ടു തീരുമെന്ന് തോന്നണില്ല. അത്രയുണ്ട് കണ്ടു തീർക്കാൻ. നല്ല രസമുണ്ട്. നമ്മള് കുറെ നേരം ഫോട്ടോ എടുക്കാൻ എല്ലാം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ എടുക്കുമ്പോൾ ശരിക്കുള്ള ഭംഗി വരുന്നില്ല. അതാ പ്രശ്നം. എന്ത് രസമാണ് കാണാൻ. എന്തോരം കണ്ടു തീർക്കാനുള്ളേ. എത്ര നടന്നാലും തീരങ്ങള. അടിപൊളി. ഇനി വരുമോന്ന് അറിയില്ല. ഇതുവരെ കാപ്പി വാങ്ങി തന്നില്ല. ഇതണ്ടി നമ്മൾ ഫോട്ടോ എടുക്കണ തിരക്കിൽ എന്റെ അമ്മേനെ കാണാനില്ല. എന്നാണെങ്കിലും അമ്മേനെ കാണാനില്ല. ഇനി അതിനെ തപ്പ ഞങ്ങൾ എവിടെ പോകും? അതേ ചുമപ്പ് കിട്ടിയിട്ടുണ്ട്. അമ്മ എവിടെയാണ് കാണാൻ നോക്കായിരുന്നു. ഇവരുടെ അഹങ്കാരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മലയാളികളില്ല. പക്ഷെ ഇവിടെ നിറച്ച് മലയാളികളാണ്. നമ്മള് മസാല ദോശ കഴിക്കാൻ വന്നു. കാലത്ത് മുഴുവൻ ഒരു മസാല ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതുവരെ കിട്ടിയില്ല. 2ാമത്തെ കടയിൽ വന്നപ്പോഴും ഇല്ല. മുന്നത്തെ കടയിൽ പോയപ്പോൾ അവിടെ തിരക്ക് കാരണം നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പം അടുത്ത കടയിൽ വന്നപ്പോൾ ഇവിടെ ഇല്ല എന്ന്. മസാല ദോശ ഇല്ലാത്ത കടയോ? കൊച്ചിയിലോട്ട് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് ഇവര് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും അതുപോലെ തന്നെ ഞാൻ പൊടി ദോശയും കാപ്പിയും ഓർഡർ ചെയ്തു. എനിക്കാ ഞാൻ ഒരു സ്പൂൺ ആദ്യം കഴിച്ചോട്ടെ. അത് പിന്നെ അങ്ങനെയാണല്ലോ. എനിക്ക് വാങ്ങിയതല്ലെങ്കിലും അതിനടുത്ത് കഴിച്ചില്ലെങ്കിൽ സുഖം കിട്ടില്ലല്ലോ. പക്ഷെ സത്യം പറയാം അവരുടെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ അതിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഗോബി മഞ്ചൂരിയനും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി പൊടി ദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാ ഗോബി മഞ്ചൂരിയൻ്റെ അത്ര ഇല്ലെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു. ഇതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ വെള്ള കളർ ഡ്രസ്സ് വാങ്ങി തരാത്തത്. ആ ഡ്രസ്സ് അങ്ങനെ കൊണ്ടുപോയി ഞാൻ കാപ്പി മുക്കിയോണ്ട് തന്നെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കണ തിരക്കായതുകൊണ്ട് അതിലേക്ക് ഒരുപാട് കോൺസെൻട്രേഷൻ കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് അതിനങ്ങോട്ട് മറക്കാം.
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ കയറി ആവശ്യമുള്ള സ്വീറ്റ്സും സാധനങ്ങളും വാങ്ങിയതിന് ശേഷം തിരിച്ചു റൂമിലോട്ട് വന്നു. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അമ്പലത്തിൽ പോയി ഫുഡ് കഴിച്ചു, അമ്പലത്തിൽ പോയി എന്തൊക്കെ ചെയ്തു, സ്വീറ്റ്സ് വാങ്ങി, എല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ തിരിച്ച് റൂമിലെത്തി. അതെ, കുറെ ഫോട്ടോ എടുത്തു. ഫോട്ടോ ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ വരും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നാളെ വീഡിയോ വീണ്ടും വരും. ബൈ ബൈ.